ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹിതികളായ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ SSF ജില്ലാ സാഹിത്യോത്സവത്തിന്റെ ഈ സുന്ദരമായ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. കുറച്ചു നേരം നിങ്ങളുടെ കണ്ണും കാതും ഇങ്ങോട്ട് തിരിക്കണേ. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാന്റെ കഥയാണിത്. എന്റെ കഥയുടെ പേര് എന്റെ ഹബീബിന് എന്ത് പറ്റി. അതാ അവിടെ കഅബയുടെ പരിസരത്തൊരാൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. ആരാണ് പ്രഭാഷകൻ എന്നറിയാമോ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിംകൾ വെറും 38 പേർ മാത്രമുള്ള സമയമാണത്. മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് അബൂബക്കർ തങ്ങൾ. പ്രസംഗം കേട്ട് കല്ലി മൂത്ത ശത്രുക്കളിൽ ഉതുബ എന്ന ദുഷ്ടൻ ആണി തറച്ച് ചെരുപ്പെടുത്ത് സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അടിയുടെ ഊക്കിൽ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീണു. ഉറ്റവർ വാടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടത്തെ ഉപ്പയും ഉമ്മയും ഒക്കെ വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേയില്ല. വൈകുന്നേരമായപ്പം ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എന്റെ ഹബീബ് എവിടെ? എന്റെ ഹബീബിന് എന്ത് പറ്റി? ബേജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അതത്ര രസിച്ചില്ല. നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്കി, ബാക്കിയെല്ലാം പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി, പക്ഷെ മഹാൻ സമ്മതിച്ചില്ല. അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർഖമിൽ സുരക്ഷിതരായി ഉണ്ടെന്ന് വിവരം കിട്ടിയതോടെ സിദ്ദീഖ് തങ്ങളെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. സിദ്ദീഖ് തങ്ങളുടെ അവികൃതമായ മുഖം കണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വികാര നിർമ്മലമായി വാടി പുലർന്നു. എന്നിട്ട് അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറി മാത്രമേ ഉള്ളൂ, അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ? അതായിരുന്നു അപ്പോൾ മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ മറ്റാർക്കും എഴുതി ചേർക്കാത്ത വിധം അലിഞ്ഞു ചേർന്ന ഹബീബിന്റെയും മഹബൂബിന്റെയും ആ ജീവിതം എന്ത് സുന്ദരമായിരുന്നു. അതുപോലെ നമുക്കും ഹബീബിനെ പ്രേം വെക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.